ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് അതിൻ്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പറിൻ്റെ രണ്ടാം ഭാഗമാണ്. നമ്മൾ 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഈ ചോദ്യപേപ്പറിൽ തെറ്റുകൾ വളരെ കുറവായിരുന്നു. സാധാരണ K.E.R ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളം തെറ്റുകൾ കടന്നുകൂടാറുണ്ട്. ഇതിനകത്ത് താരതമ്യേന തെറ്റുകൾ കുറവായിരുന്നു. മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും കടന്നു ചെല്ലുന്ന ചോദ്യങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ചോദ്യപേപ്പർ ഒന്ന് സോൾവ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ 51ാമത്തെ ചോദ്യം, നോ ടീച്ചർ ഷാൽ യൂസ് മൊബൈൽ ഫോൺ ഓർ സച്ച് അതർ ഡിവൈസസ് ഇൻ ദ സ്കൂൾ പ്രെമിസസ്, ഓഫീസ് റൂം, ക്ലാസ് റൂം. നല്ലൊരു ചോദ്യമാണത്. 52ാമത്തെ ചോദ്യം, an aided lower primary school teacher who has a wife living wishes to marry another woman too. The authority from which its permission is required. Option A, manager. Option B, AEO. Option C, government. Option D, DPI. 53ാമത്തെ ചോദ്യം, the authority to conduct annual inspection in an aided high school. Option A, manager. Option B, DEO. Option C, AEO. Option D, DD. 55ാമത്തെ ചോദ്യം, ടീച്ചേഴ്സ് ബാങ്ക് മീൻസ് എ ലിസ്റ്റ് ഓഫ് റീട്രെഞ്ച്ഡ് ടീച്ചേഴ്സ് നോട്ട് എലിജിബിൾ ഫോർ പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ ബി, ലിസ്റ്റ് ഓഫ് റീട്രെഞ്ച്ഡ് ടീച്ചേഴ്സ് എലിജിബിൾ ഫോർ പ്രൊട്ടക്ഷൻ. ഓപ്ഷൻ സി, ലിസ്റ്റ് ഓഫ് റീട്രെഞ്ച്ഡ് ടീച്ചേഴ്സ് ഹാവിംഗ് ക്ലെയിം അണ്ടർ റൂൾ 51A. ഓപ്ഷൻ ഡി, ലിസ്റ്റ് ഓഫ് റീട്രെഞ്ച്ഡ് ടീച്ചേഴ്സ് എലിജിബിൾ ഫോർ പ്രൊമോഷൻ അണ്ടർ റൂൾ 43. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ടീച്ചർ ബാങ്ക്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. 56ാമത്തെ ചോദ്യം, the headmaster of LP school having standard 1 to 5 shall be exempted from class charge if the strength of people exceeds. Option A, 125. Option B, 175. Option C, 150. Option D, 200. 58ാമത്തെ ചോദ്യം, a long existing UP school having standards 1 to 7 was upgraded as high school after 22nd May 1979. Which among the following of LP and UP sections is earmarked for providing protected teachers? Option A, first of every 2 additional posts. Option B, all additional UPST posts. Option C, all leave vacancies. Option D, all additional LPST posts. 59ാമത്തെ ചോദ്യം, whose permission is required for appointing protected teachers from the teachers bank? വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. ഓപ്ഷൻ എ, DEO. ഓപ്ഷൻ ബി, DPI. ഓപ്ഷൻ സി, DD. ഓപ്ഷൻ ഡി, മാനേജർ. 60ാമത്തെ ചോദ്യം, നോട്ടീസ് ഫോർ ആനുവൽ ഇൻസ്പെക്ഷൻ ഓഫ് എ സ്കൂൾ ഷാൽ ബി ഗിവൺ ടു ദ ഹെഡ്മാസ്റ്റർ ബിഫോർ ഡാഷ് ഡേയ്സ് ഓഫ് ഇൻസ്പെക്ഷൻ. ഓപ്ഷൻ എ, 15. ഓപ്ഷൻ ബി, 7. ഓപ്ഷൻ സി, 30. ഓപ്ഷൻ ഡി, 20. 61ാമത്തെ ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ടു സ്റ്റഡി സാൻസ്ക്രിറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഇറ്റ് ഇൻ സ്റ്റാൻഡേർഡ് 5. എപ്പോഴും ചോദിക്കുന്നുണ്ടോ ഇതൊക്കെ? ഓപ്ഷൻ എ, 10. ഓപ്ഷൻ ബി, 15. ഓപ്ഷൻ സി, 28. ഓപ്ഷൻ ഡി, 12. 62ാമത്തെ ചോദ്യം, ഡ്യൂട്ടീസ് ഓഫ് ഹെഡ്മാസ്റ്റർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റൂൾ ഡാഷ് അണ്ടർ ചാപ്റ്റർ 9. ഓപ്ഷൻ എ, റൂൾ 11, റൂൾ 15, റൂൾ 9, റൂൾ 7. 63ാമത്തെ ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് പീരീഡ്സ് റിക്വയർഡ് പെർ വീക്ക് ടു സാങ്ഷൻ എ പാർട്ട് ടൈം ലോവർ ഗ്രേഡ് അറബിക് ടീച്ചർ പോസ്റ്റ് ഇൻ എ lower primary school is option A, 5. Option B, 4. Option C, 10. Option D, 15. 64ാമത്തെ ചോദ്യം, the minimum number of periods required per week to sanction a full-time post of lower grade Sanskrit teacher post in an upper primary school is option A, 12. Option B, 10. Option C, 15. Option D, 25. 65ാമത്തെ ചോദ്യം, in an upper primary school having standard 5 to 7, 36 periods are available for Sanskrit. If so, the number of full-time LG Sanskrit teacher posts admissible is option A, 2. Option B, 3. Option C, 1. Option D, 4. 66ാമത്തെ ചോദ്യം, the minimum effective strength of people required to get a special teacher post in the upper primary section is option A, 300. Option B, 500. Option C, 600. Option D, 400.
നമ്പറൊക്കെ ഓർത്ത് വയ്ക്കേണ്ടതാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതൊക്കെ. 67ാമത്തേത് ദ മിനിമം നമ്പർ ഓഫ് ഗേൾ പീപ്പിൾസ് റിക്വയർഡ് ടു സാങ്ഷൻ എ സ്വിംഗ് ടീച്ചർ പോസ്റ്റ് ഇൻ ദ UP സെക്ഷൻ ഹാവിംഗ് ദ ടോട്ടൽ എഫക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് 650 people is option A 500, option B 300, option C 250, option D 200. 68ാമത്തെ ചോദ്യം 54 periods are available per week for Malayalam in a high school with the standards 8 to 10. If so, the number of full-time posts of HST Malayalam admissible is option A 1, option B 2, option C 3, option D 4. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ പോസ്റ്റ് അലോക്കേഷൻസ് ആണ് നോക്കിക്കൊള്ളുന്നത്. 69ാമത്തെ ചോദ്യം ദ അതോറിറ്റി ടു ഫിക്സ് ദ സ്റ്റാഫ് സ്ട്രെങ്ത് ഓഫ് എ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈസ് ഓപ്ഷൻ എ HM, ഓപ്ഷൻ ബി DD, ഓപ്ഷൻ സി DO, ഓപ്ഷൻ ഡി AO. 70ാമത്തെ ചോദ്യം ദ ഓർഡേഴ്സ് ഓഫ് സ്റ്റാഫ് ഫിക്സേഷൻ ഷാൽ ടേക്ക് എഫക്ട് ഓൺ ഡാഷ് ഓഫ് എവറി ഇയർ 1st June, 6th June, 15th July. 1st July. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും താരതമ്യേന എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൻ്റെ അവസാനമാണ് വരുന്നത്. ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൊതുവേ ഇതിൻ്റെ അവസാന ഭാഗത്തെ ചോദ്യങ്ങളായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടാവുക. അപ്പോൾ പരീക്ഷ എഴുതുന്നവർ സാധാരണ ചെയ്യുന്നത് ഇത് ആദ്യ ഭാഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കുകയും അവസാനം സമയം കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ വരും. നന്നായി അവിടെയാണ് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ ഈ പരീക്ഷകളൊക്കെ ഈ OMR പരീക്ഷകളൊക്കെ ഒരു റിവേഴ്സ് ഓർഡറിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 100 മുതൽ താഴത്തേക്ക് അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് 20 മാർക്ക് മാത്രമാണ് സ്കോർ ചെയ്യാൻ കഴിയുക. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ 100 മുതൽ താഴത്തേക്ക് 50 വരെ ട്രൈ ചെയ്യുകയാണെങ്കിൽ 50 എത്തുമ്പോഴേക്കും നിങ്ങൾ പരീക്ഷ പാസ്സായിട്ടുണ്ടാവും. 71ാമത്തെ ചോദ്യം The authorized officer to scrutinize the staff fixation orders passed by the district educational officer is option A DPI, option B DEO, option C AEO, option D DD. 72ാമത്തെ ചോദ്യം revision orders on the scrutiny of staff fixation shall be passed before the end of dash every year August, July, June, September. 73ാമത്തെ ചോദ്യം അപ്പലറ്റ് അതോറിറ്റി അഗൈൻസ്റ്റ് ദ സ്റ്റാഫ് ഫിക്സേഷൻ ഓർഡേഴ്സ് പാസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ ഈസ്. കണ്ടോ, വീണ്ടും നമ്മൾ അപ്പീലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. ഓപ്ഷൻ എ ഗവൺമെന്റ്, ഓപ്ഷൻ ബി DPI, ഓപ്ഷൻ സി DEO, ഓപ്ഷൻ ഡി DD. 74 ടു ഹൂം ദ റിവിഷൻ പെറ്റീഷൻ ക്യാൻ ബി ഫയൽഡ് അഗൈൻസ്റ്റ് ദ ഓർഡേഴ്സ് പാസ്ഡ് ഓൺ സ്റ്റാഫ് ഫിക്സേഷൻ ബൈ ദ ഡെപ്യൂട്ടി ഡയറക്ടർ. ഓപ്ഷൻ എ DPI, ഓപ്ഷൻ ബി ഗവൺമെന്റ്, ഓപ്ഷൻ സി DPI, ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ. 75ാമത്തെ ചോദ്യം വിച്ച് റൂൾ ഓഫ് ചാപ്റ്റർ 23 empower government to revise the orders passed by the director of public instruction on staff fixation? Option A 16, option B 12E, option C 12D, option D 15. 76ാമത്തെ ചോദ്യം പോസ്റ്റ് ഓഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അഡ്മിസിബിൾ ടു ആൻ അപ്പർ പ്രൈമറി സ്കൂൾ ഹാവിംഗ് എഫക്റ്റീവ് സ്ട്രെങ്ത് ഓഫ് 550 pupils. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. ചോദ്യങ്ങളൊക്കെ ഒത്തിരി വട്ടം ആവർത്തിച്ച് കാണുന്നുണ്ട്. ഓപ്ഷൻ എ 1 പ്യൂൺ, ഓപ്ഷൻ ബി 1 പ്യൂൺ ആൻഡ് 1 FTM, ഓപ്ഷൻ സി 1 FTM, ഓപ്ഷൻ ഡി 1 ക്ലർക്ക്. 77ാമത്തെ ക്വസ്റ്റ്യൻ ദ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ഫോർ സാങ്ഷനിങ് 3 പോസ്റ്റ് ഓഫ് FTM ഇൻ എ ഹൈ സ്കൂൾ ഈസ് ഓപ്ഷൻ എ 700 and above, ഓപ്ഷൻ ബി 1000 and above, ഓപ്ഷൻ സി 1200 and above, ഓപ്ഷൻ ഡി 1500 and above. 78 The lower age limit for appointment as a member of the non-teaching staff shall be option A 25, option B 20, option C 18, option D 19. 79ാമത്തെ ചോദ്യം minimum qualification required for the post of attender in an aided TTI is dash. Option A SSLC, option B standard 9, option C standard 7, option D pre-degree. 80ാമത്തെ ചോദ്യം The minimum continuous graduate service required to get headmaster's scale of pay to a headmaster of an aided high school is option A 15 years, option B 20 years, option C 16 years, option D 12 years. 81 There shall ordinarily be a minimum of dash instructional days excluding the days of examinations in every year. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഒത്തിരി വട്ടം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 220, ഓപ്ഷൻ സി 230, ഓപ്ഷൻ ഡി 210.
82. No school building shall be situated within a distance of dash meters from a public burial place or public cremation ground. Option A 50, option B 200, option C 20, option D 250. ഒരു ഷുവർ ക്വസ്റ്റൻ ആണത്. 83. Kerala Education Rules 1959 came into force on. അവിടെ രണ്ട് തീയതികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനത് പറഞ്ഞു പോയതാണ്. ഒന്ന് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുന്നത്, രണ്ട് ഇത് നടപ്പിൽ വരുന്നത്. ഓപ്ഷൻ എ 1/1/1959, ഓപ്ഷൻ ബി 19/2/1959, ഓപ്ഷൻ സി 1/6/1959, ഓപ്ഷൻ ഡി 15/7/1959. 84ാമത്തെ ചോദ്യം. Which of the following category is not included in the combined seniority list of teachers of an aided UP school having LP section? Option A LPS teacher, option B HM, option C UPS teacher, option D specialist teachers. 85. If the date of superannuation of a teacher falls within 1 month from the date of reopening of the school, he will be on dash from the reopening date till he gets superannuated. Commutated leave, half pay leave, leave preparatory to retirement, special leave. 86ാമത്തെ question. Conditions of service of teachers and non-teaching staff of recognized unaided schools are included in Chapter 14AA, Chapter 14B, Chapter 14C, Chapter 24B. 87ാമത്തെ question. The prescribed dimension of a classroom in a high school is. Dimensions ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ 6.5 into 6.5 into 3.7 meters, 6 into 6 into 3.5 meters, 6 into 6 into 3.7 meter, 6 into 6 into 3.2 meter. മൂന്നും സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, LP sections. 88ാമത്തെ question. Number of divisions admissible for an effective strength of 365 pupils of standard 9 is. Option A 8, option B 7, option C 9, option D 10. സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കണം അത്. 89. Specialist teacher appointed in a lower primary school after dash and whose appointment is approved can be allowed to continue till his retirement. Option A 6th March 1980, option B 6th March 1979, option C 16th of September 1985, option D 1st June 1989. 90ാമത്തെ ചോദ്യം. Number of posts admissible for HST English in a high school having 14 divisions in standard 8 to 10 is. Option A 2, option B 4, option C 3, option D 1. HST English ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. 91ാമത്തെ question. In which chapter the teachers bank is defined? കണ്ടോ, ടീച്ചർ ബാങ്ക് വീണ്ടും ചോദിച്ചിരിക്കുകയാണ്. 14A, 23, 24A, 21. 92. Total number of sections included in the Kerala Education Act 1958. കണ്ടോ, ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. 38, 39, 29, 32. 93. Maximum amount of maintenance grant can be granted to a LP school. Option A rupees 30,000, 40,000, 20,000, 25,000. ഇതും സെപ്പറേറ്റ് ചെയ്ത് ഓർത്തിരിക്കേണ്ടതാണ്. LP ഹൈസ്കൂള് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. 94. The authority competent to extend the strength of staff sanction to the schools for the last year to the subsequent years. Option A DPI, DEO, DD, government. 95. Number of LPST posts admissible to a lower primary school having classes from 1 to 5. If the pupil strength in each class is 14, 10, 13, 9 and 17 respectively is. Option A 5, option B 4, option C 3, option D 2. 96. Date of birth entered in the service book of an aided school teacher can be changed only under the sanction of. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റൻ ആണ്, ഒത്തിരി പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ എ DD, ഓപ്ഷൻ ബി DPI, ഓപ്ഷൻ സി ഗവൺമെന്റ്, ഓപ്ഷൻ ഡി DEO. 97ാമത്തെ ക്വസ്റ്റ്യൻ. മിനിമം കണ്ടിന്യൂസ് സർവീസ് റിക്വയർഡ് ടു ഗെറ്റ് ഹെഡ് മാസ്റ്റേഴ്സ് സ്കെയിൽ ഓഫ് പേ ടു ആൻ എയ്ഡഡ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഈസ്. ഇതും ഒത്തിരി വട്ടം ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ 15 years, ഓപ്ഷൻ ബി 16 years, ഓപ്ഷൻ സി 12 years, ഓപ്ഷൻ ഡി 18 years. അപ്പോൾ ഞാൻ ആ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കണ്ടോ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ
അവസാനം എത്തുമ്പോഴാണ് നമുക്കെപ്പോഴും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. 98ാമത്തെ ചോദ്യം. ദ മിനിമം സൈറ്റ് ഏരിയ റിക്വയർഡ് ടു എ ലോവർ പ്രൈമറി സ്കൂൾ ഈസ് 0.3 ഹെക്ടേഴ്സ്, 0.4 ഹെക്ടേഴ്സ്, 1.4 ഹെക്ടേഴ്സ്, 1.2 ഹെക്ടേഴ്സ്. അതും ശ്രദ്ധിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. LPയുടെയും UPയുടെയും ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയുടെയും എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ. ദർ ഷാൽ ബി നോ പ്ലേസ് ഫോർ സെയിൽ ഓഫ് ലിക്കേഴ്സ് വിത്തിൻ ഡാഷ് മീറ്റേഴ്സ് ഓഫ് എനി സ്കൂൾ. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 153, ഓപ്ഷൻ ഡി 183. അതും ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളുണ്ട് അവിടെ. ലിക്കർ ഷോപ്പ്, അതുപോലെ കോൺക്രീറ്റ് വാൾട്ട്, പബ്ലിക് ബറിയൽ പ്ലേസ്. അതിൻ്റെ 3ൻ്റെയും ഡിസ്റ്റൻസ് ആവർത്തിച്ച് കാണുന്നുണ്ട്. 100ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ചാപ്റ്റർ ദ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇൻ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ഈസ് ഇൻക്ലൂഡഡ്. ഓപ്ഷൻ എ 32, ഓപ്ഷൻ ബി 31, ഓപ്ഷൻ സി 24A, ഓപ്ഷൻ ഡി 14B. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ആ പുസ്തകത്തിലെ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽസ് ഓർത്തു വയ്ക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും 54ാമത്തെ ചോദ്യം അതിനകത്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, 57ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല താരതമ്യേന തെറ്റുകൾ കുറവുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു ഇത്. 2020 നടന്ന പരീക്ഷയിൽ 19-20 ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുകയുണ്ടായി. അത്രയും മിസ്റ്റേക്സ് കടന്നുകൂടി. ഒന്നാമത്തെ K.E.R റൂൾസ് എല്ലാം വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള റൂൾസാണ്. LP സെക്ഷനും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ വ്യത്യസ്തമായ റൂൾസ് ആയതുകൊണ്ടാണ് ആ തെറ്റുകൾ കൂടുതൽ വരുന്നത് അതിനകത്ത്. അപ്പോൾ ഇത് ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നത്, ഒന്ന് നിങ്ങൾ വളരെ ഫ്ലാറ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ആൻസേഴ്സ് നോക്കിയതിന് ശേഷം ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് സ്കോറുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 40-ന് മുകളിലാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ 50-ൽ നിങ്ങൾ സേഫ് സോണാണ്. അതല്ലെങ്കിൽ നിങ്ങളത് വീണ്ടും ട്രൈ ചെയ്യണം. അത് 50-ൽ 40-ന് മുകളിൽ ആക്കി നിർത്തുക. അപ്പോൾ നിങ്ങളൊരു സേഫ് സോൺ ആവുകയുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായി എക്സാം എഴുതുക. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.